പണ്ടു പണ്ടൊരു നാട്ടില് റബ്ബർ കാടുള്ള നാട്ടില് പെരുമഴയത്ത് ഒരു തീ എന്നെ ശപിച്ച് പണ്ടാരമടക്കില്. അയ്യോ ശപിച്ച് പണ്ടാരമടക്കില്. അന്ന് മുതലിന്ന് വരെ പേപ്പട്ടി അലയും പോലെ അലഞ്ഞ് അലഞ്ഞ് പണ്ടാരടങ്ങിയിട്ട് എന്തെല്ലാം കളവുകൾ പൊള്ളിഞ്ഞടിയേ. അയ്യോ എന്തെല്ലാം കളവ് പണ്ടാരടങ്ങിയടിയേ. അപ്പൊ പല്ല് കിട്ടിയില്ലാടെ, ഞാൻ ചിരിച്ചു പോയല്ലേ, എന്താ പറയാ. അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാ മുത്തുമണികളെ വന്നേ? കുറെ കളവുകൾ പൊളിക്കാനും പൊളിച്ച് പണ്ടാരടക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് ഞാൻ ഇല്ലായിരുന്നു കേട്ടാ, ഞാൻ രാവിലെ മക്കൾക്ക് ചോറ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ കടയിൽ പോയി യൂണിഫോം തയ്ക്കാനുള്ള യൂണിഫോം ഇങ്ങ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ അദ്ദേഹത്തിനെ കൊണ്ടാക്കി, പിന്നെ നാളത്തേക്കുള്ള പച്ചക്കറി വാങ്ങിച്ച്, പിന്നെ അപ്പൊ അതിൻ്റെയൊക്കെ ഇടയിൽ എനിക്ക് കുറെ കാര്യങ്ങൾ മിസ്സായിപ്പോയി. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പൊന്ന മോളെ, നീ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എടി ഞാൻ ഒരു കാര്യം പറയട്ടോ പൊന്നുമോളെ, അതായത് നീ എപ്പ എന്നെ പറയണോ അപ്പൊക്കെ നീ കരഞ്ഞ് നിലവിളിച്ചും കൊണ്ട് വീഡിയോയിൽ വരും. നീ എപ്പ എന്നെ കുറിച്ച് അസംബന്ധം പറയണോ അപ്പോഴൊക്കെ നീ കരഞ്ഞ് നിലവിളിച്ചും കൊണ്ട് വീഡിയോ ഇടും, അല്ലെങ്കിൽ ലൈവിലെങ്കിലും നിനക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇന്ന് ഞാൻ ഈ കാര്യം പറയണ്ടെന്ന് വെച്ചതാണ്. സംഭവം എന്താണെന്നറിയാമോ? ഈ പെൺകുട്ടിയുടെ, അതായത് ഇവളുടെ മകളുടെ ഉത്തരവാദിത്വം അവളുടെ വാപ്പ ഏറ്റെടുക്കില്ല, അവളെ തിരിഞ്ഞു നോക്കാറില്ല, അവളെ മൈൻഡ് ചെയ്യാറില്ല, അവർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു കളവ് ഈ സ്ത്രീ പറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ മുമ്പ് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ അവരുടെ ലൈവ് നാടകം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ പെൺകുട്ടിയുടെ ഉപ്പ ഈ പെൺകുട്ടിയെ കാണാനും അവരുടെ ചെലവുകൾ നടത്താനുമൊക്കെ തയ്യാറാണ്. അയാൾ ഒളിച്ചും പാത്തും പോലും ആ കുട്ടിക്ക് വേണ്ടുന്നത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഈ സ്ത്രീ അനുവദിക്കാത്തതാണ് എന്നുള്ളത് ഇന്ന് അവര് നടത്തി ഡിലീറ്റ് ആക്കി കളഞ്ഞ ലൈവുകളിൽ വ്യക്തമാണ്. അവരുടെ ലൈവുകൾ കണ്ട ആളുകൾക്ക് അത് വ്യക്തമാണ്. സംഭവം എന്താണ്? അപ്പൊ ഈ കുട്ടികളെ അവരുടെ ഉപ്പമാര് നോക്കുന്നില്ല എന്ന് ഇവർ കളവ് തന്നെയാണ് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ കുട്ടികളുടെ ഉപ്പമാര് ഇവർക്ക് ചെലവിന് കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് ഈ കുട്ടികളെ സമൂഹത്തിൽ കൊണ്ടുവന്ന് യത്തീമാണ് എന്ന് കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. പിന്നെ പൊന്നാര് മോള് വന്നിട്ട് എന്തോ പറയണുണ്ടായിരുന്നു. മോള് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ വീഡിയോയില്, അമ്മേ നിങ്ങള് മോള് അവിഹിതം കണ്ടുപിടിച്ചെന്ന് നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് എല്ലാം അവിഹിതം ഉണ്ടാക്കി കൊടുക്കണം, എനിക്കും ഉണ്ടാക്കി തന്ന് എന്ന് പറയുമ്പോ നിന്നെ പറഞ്ഞു നീ തിരുന്താതായ സമയത്ത്, നിന്നെ എത്ര പറഞ്ഞിട്ടും സ്വന്തം മോളായത് കൊണ്ട് തന്നെ നിന്റെ ഈ വൃത്തികെട്ട ചിന്താഗതിയും നിന്റെ വൃത്തികെട്ട മനസ്സും ആ ഉമ്മ ആരോടും പറയാതെ അവർ മനസ്സിൽ അടക്കി പിടിച്ച ഒരു കാര്യമാണ് അവരുടെ ആരുമല്ലാത്ത ഞാൻ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ ഒരു 4-5 തവണ ആ ഉമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എന്നോട് അവർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതില് സമൂഹം അറിയണം എന്ന് ഞാൻ വിചാരിച്ച കാര്യം മാത്രമേ ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഉമ്മ ഒരു മകളെ പറയരുതാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വികാരക്ഷോഭത്തിൽ പറഞ്ഞതായിരിക്കാം. എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത സ്വന്തം മകള് ഇങ്ങനെ ഇത്രയും നെറികെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഉമ്മ പറഞ്ഞു പോകുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ നിന്റെ മനസാക്ഷിക്ക് പോലും നിരക്കാത്തൊരു കാര്യം നീ 3 ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ആ കുട്ടിയുടെ ഉപ്പ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സും ഇട്ടും കൊണ്ട് പെരുന്നാളിന് നിന്ന ആ പെൺകുട്ടിയെ നീ വിളിച്ചടുത്ത് നിർത്തിയിട്ട് നിന്റെ ഉമ്മ വാങ്ങിച്ചു കൊടുത്തത് എന്ന് കളവ് പറഞ്ഞു. പൊന്നുമോളെ,
സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ പടച്ച തമ്പുരാൻ പോലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് നിന്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അത് കണക്ക് ഇവരുടെ ലൈവ് ഇന്ന് ശ്രദ്ധിച്ച ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാകും. അതായത് ഇവര് മനഃപൂർവ്വം പറഞ്ഞ് ഒരു ധാരണയിൽ എത്തിയിട്ടാണ് ഇവർ രണ്ടുപേരും മാറി നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഇന്ന് അവരുടെ ലൈവ് കണ്ട എത്ര പേരുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ ലൈവുകളിൽ അയാള് പറയുമ്പോഴും ഇവള് പറയുന്ന കാര്യത്തിലും മനഃപൂർവ്വം ഇവർ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് ഇവർ മാറി നിൽക്കുന്നതാണ്. അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇവർ ഇന്ന് പബ്ലിക്കിൽ വന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ട്, ഇനി ഇവനുമായിട്ട് ജീവിക്കില്ല എന്ന്. പക്ഷെ ഇത് വിലയിരുത്തേണ്ടത് ശരിക്ക് പൊതുജനങ്ങളാണ്. എത്രത്തോളം ജനങ്ങളെ ഇവർ കബളിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഒരു നേർ കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ ഇവരൊരു രണ്ടാമത്തെ ലൈവ് ഇട്ടിട്ട് ലാസ്റ്റ് ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, അയാളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലൈവ് നീ ഡിലീറ്റ് ചെയ്ത് കളാ. അതായത് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചില ലൈവുകൾ ഇടാറുണ്ട്. ആ ലൈവുകൾ ഇട്ടിട്ട് മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ലൈവുകൾ അവർ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ലൈവുകളിൽ ചെന്ന് അയ്യോ ഇതൊക്കെ പൊന്നേ ചക്കരേ മുത്തേ പൊന്നേ തേനേ എന്ന് പറഞ്ഞ് ചെന്ന് കിടന്ന് കണ്ണീരൊപ്പുന്ന ആൾക്കാർക്ക് എന്തോ പറയാനാണ്. സത്യം പറഞ്ഞാല് നാടകമേ ഉലകം എന്ന് പറഞ്ഞതുപോലെ വമ്പൻ നാടകങ്ങളും തിരക്കഥകളും എന്താ രസകരമായിട്ടാണ് ഇവര് അഭിനയിച്ചു തള്ളുന്നതെന്നൊന്ന് ആലോചിച്ച് വെക്കും. അന്ന് ആ ലൈവ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ലൈവില് ആ പുള്ളിക്കാരന്റെ ഷർട്ട് അപ്പ ഊരിയിട്ട ഷർട്ട് അവിടെ കിടപ്പുണ്ട്, നിങ്ങൾ നോക്ക്, അവളിരുന്ന് നാടകം കളിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് പറഞ്ഞത്? അയ്യോ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് മറ്റതാണ് മറിച്ചതാണ്. ഇവരൊരു ലൈവില് പെരുന്നാളിന്റെ തലേന്നാണെന്ന് തോന്നുന്ന ഒരു ലൈവില് ഇവര് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ഇടയ്ക്ക് വോയിസ് കട്ട് ചെയ്ത് ഇക്ക കുപ്പിയെടുക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് മ്യൂട്ട് ചെയ്തിട്ടാണ് ചോദിച്ചത്. എന്നിട്ട് മ്യൂട്ട് മാറ്റിയിട്ട് കപ്പ വാങ്ങണ്ടേ എന്നാണ് ചോദിച്ചതെന്ന്. അപ്പം അല്ല എനിക്ക് വയ്യടേ, എനിക്ക് ഈ ഒരു വീഡിയോകൾ ചെയ്ത് 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 ഞാൻ മടുത്ത് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. ഞാൻ മടുത്ത് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. അമ്മാതിരി, അതായത് ലോക ചരിത്രത്തില് ഇതുപോലൊരു സ്ത്രീ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല എത്രത്തോളം. അപ്പൊ പൊന്നുമോളെ എല്ലാരും അറിയട്ടെ, നാട്ടുകാരറിയട്ടെ, വീട്ടുകാരറിയട്ടെ, പടച്ച തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് നാട്ടുകാർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓ എനിക്ക് വയ്യ എന്റെ പൊന്ന് വളെ. അപ്പൊ എന്താണ്, പണ്ടൊരു നാട്ടില് റബ്ബർ കാടുള്ള നാട്ടില്